ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞാൽ ഇസ്രായേലെ കയറി മാന്തി പൊളിക്കുമെന്ന് ഹമാസ് നേതാക്കൾക്ക് അറിവുള്ളതല്ലേ? ഇന്നും ഇന്നലെയും അല്ലല്ലോ ഇവർക്ക് ഇസ്രായേലിന്റെ പക എന്താണ് എന്നറിയുന്നത്. ഇവരുടെ കഴിവും മികവും എന്താണ് എന്ന് ഇവർക്കറിയില്ലേ? ഇസ്രായേലിന്റെ കഴിവും മികവും നൈപുണ്യവും എന്താണ് എന്നും ഇവർക്കറിയാമല്ലോ. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഇത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ആക്രമണത്തിന് പിന്തുണ നൽകിയത് തെറ്റായി പോയി എന്നും ഹമാസ് നേതാവ് മൂസ അബു മർസൂഖ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെത്താൻ അറിയും. ചില കാര്യങ്ങൾ അങ്ങനെ അനുഭവിച്ച് തന്നെ പഠിക്കണം. ഇപ്പൊ മനസ്സിലായല്ലോ. കാരണം എന്താ? ആ നേതൃ കസേര മാസങ്ങളായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നു. യഹ്യാ സിൻവാറിന് ശേഷം ഒരാളും ആ കസേരയിൽ ഇരുന്നിട്ടില്ല. അതിനുശേഷം 10ഓളം നേതാക്കന്മാരുടെ പേരുകൾ വന്നു ആ കസേരയിൽ ഇരിക്കാൻ. 10 പേരുടെയും തലക്ക് ഇസ്രായേൽ ഓട്ടയിട്ടു. ഒരു കാര്യവുമില്ലാതെ അവര് പാട്ടുപാടുകയോ അത് ആഘോഷിക്കുകയോ അതല്ലെങ്കിൽ അനുഷ്ഠിക്കുകയോ അവരുടെ സൗകര്യമുള്ളതുപോലെ അവർ ചെയ്യട്ടെ. അവരുടെ രാജ്യത്തല്ലേ ചെയ്യുന്നത്. അവരുടെ രാജ്യത്ത് നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിന്റെ മതനീതിയും നിയമവും ഒക്കെ ആയിട്ട് കയറി ചെന്നത്? അവരുടെ അറാം പറന്ന ആഘോഷമാണ് എന്ന് പറഞ്ഞിട്ടല്ലേ ഇവരങ്ങോട്ട് കയറി ചൊറിഞ്ഞത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവര് കയറി മാന്തി പൊളിച്ചു. വിദേശത്ത് നിന്ന് ഒരുപാട് ഫണ്ടുകൾ കിട്ടുമെന്ന് ഇവർ വിചാരിച്ചു. ഇത്തവണ ഇവരുടെ സകല തന്ത്രങ്ങളും വിദേശ രാജ്യങ്ങളും മനസ്സിലാക്കി. കാരണം മയ്യത്തുകളാണ് എന്ന് പറഞ്ഞ് കുറെ പാവക്കുട്ടികളിൽ പെയിന്റ് അടിച്ച്, കുറെ കുട്ടികളെ ചുമന്ന പെയിന്റൊക്കെ അടിച്ചിട്ട് കരയാൻ പറഞ്ഞ്, കുറെ കുഞ്ഞുങ്ങളെ എടുത്ത് നിർത്തി മരിച്ചു എന്ന് പറഞ്ഞ് കാണിച്ച് കുഞ്ഞുങ്ങളുടെ കയ്യും കാലും ആടുന്നത് ആ വീഡിയോയ്ക്കകത്തുണ്ട്. ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിച്ചും കബളിപ്പിച്ചും ഇവർ മില്യൺ കണക്കിന് പണമുണ്ടാക്കുകയായിരുന്നില്ലേ ഹമാസ് നേതാക്കള്? ഹമാസ് നേതാവായ യഹ്യാ സിൻവാറിന്റെ ഭാര്യ ഉപയോഗിച്ച ബാഗിന്റെ വില എത്രയാ? 24 ലക്ഷം രൂപ. മോശമില്ലല്ലോ. ഖത്തറിലെ ഹമാസിന്റെ വിദേശകാര്യ വിഭാഗം തലവനായ മർസൂഖാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ 1200-ൽ അധികം ആളുകളെയാണ് അന്ന് ഹമാസ് വധിച്ചത്. 200-ലേറെ ആളുകളെ തട്ടിക്കൊണ്ടുപോയുകയും ചെയ്തു. എന്നാൽ ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ 40,000 പേര് കൊല്ലപ്പെട്ടതിന് പുറമെ ഒരുപാട് നേതാക്കളുടെ തലയും ഇവർക്ക് നഷ്ടപ്പെട്ടു. ഒരുപാട് നേതാക്കളുടെ തലകൾ, അണികളുടെ തലകൾ. 1,00,000 ആളുകൾ മരണത്തോടിപ്പോഴും മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് ഇസ്രായേലിനെ വില കുറച്ച് കണ്ടു. അമിതമായ ആത്മവിശ്വാസം തലയ്ക്ക് പിടിച്ചു. അങ്ങനെ അഹംഭാവവും അഹങ്കാരവുമായി നമുക്ക് ഇത്രയധികം തീവ്രവാദ നേതാക്കളുണ്ടല്ലോ. ഇസ്രായേലിനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് മൂത്രമൊഴിച്ചാൽ ഇസ്രായേൽ ഒലിച്ചു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇറാനും ഇറാഖും സിറിയയും അടക്കം ഒരുപാട് രാജ്യങ്ങൾ, ഖത്തറും ഈജിപ്തും ഒക്കെ ഇസ്രായേലിനെതിരെ ഹമാസിനെ സഹായിച്ചിട്ടും ഇസ്രായേലിന് ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഇനിയും നേതൃകസേരയിൽ ഇരിക്കാൻ ആളില്ലാതെ ഹമാസ് വട്ടം ചുറ്റി ഓടേണ്ടുന്ന സാഹചര്യവും കൂടി ഇസ്രായേൽ ഉണ്ടാക്കി. അതാണ് ഇവർക്ക് ശരിക്ക് അടി കിട്ടിയപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഖത്തറിലെ ഹമാസിന്റെ വിദേശകാര്യ വിഭാഗം തലവനാണ് മർസൂഖ്. അദ്ദേഹമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ഇത്രയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒക്ടോബർ 7 ആക്രമണങ്ങൾക്ക് ഞങ്ങൾ പിന്തുണ നൽകുമായിരുന്നില്ല എന്ന് ന്യൂയോർക്ക് ടൈംസിനോടാണ് വെളിപ്പെടുത്തിയത്. ഇസ്രായേലിൽ നുഴഞ്ഞു കയറി കുഞ്ഞുങ്ങളെയൊക്കെ തലയും ഉടലും വേർപെടുത്തി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ജീവനോടെ കുഴിച്ചു. എന്തായിരുന്നു ഇവർ ചെയ്തത്? സ്ത്രീകളുടെയൊക്കെ കുതികാലടക്കമെടുക്കുക, അവരുടെ മൃതദേഹങ്ങളിൽ ചവിട്ടി അവരെ ബലാത്കാരം ചെയ്തു, തുപ്പി മൂത്രമൊഴിച്ച്
ഒക്ടോബർ 7 ലോക ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. മറക്കാൻ സാധിക്കാത്ത ഒരു ദിനം. ജൂതന്മാരുടെ ഒരാഴ്ചത്തെ വിശുദ്ധ മതഗ്രന്ഥ പാരായണ ആഘോഷമായ സിംകറ്റ് തോറയോടനുബന്ധിച്ചിട്ട് ഇസ്രയേലിൽ ഒരു പൊതു അവധിയായിരുന്നു അന്ന്. ആ അവധി ദിവസത്തിലായിരുന്നു ഹമാസ് ആക്രമിച്ചത്. കാരണം അന്ന് അവർ ആയുധമെടുക്കില്ല. തന്നെയുമല്ല, ഇസ്രയേലും പലസ്തീനും തമ്മിൽ നല്ല ടേംസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തമ്മിൽ യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ല. പിന്നെ ആയുധമെടുക്കേണ്ടുന്ന കാര്യവുമില്ലല്ലോ, കരാറുമുണ്ട്. ഗാസ അതിർത്തിയിലെ 40 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതിയുമുള്ള കര അതിർത്തി വഴിയായിരുന്നു ഹമാസ് ഇസ്രായേലിനെ നുഴഞ്ഞു കയറി ആക്രമിച്ചത്. ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് വീടും കൂടും പിറന്ന നാടും നഷ്ടപ്പെട്ടത്. 23 ലക്ഷം അഭയാർത്ഥികളെയാണ് ഈ നേതാക്കന്മാരുടെ കെടുകാര്യസ്ഥത മൂലം നിർമ്മിക്കപ്പെട്ടത്. 40,000-നും 50,000-നും ഇടയിൽ ആളുകൾ മരിച്ചു. ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളിൽ 85% ഇസ്രായേൽ തകർത്തു. ഇസ്മായിൽ ഹനിയെയും യഹിയ സിൻവാറിനെയും ഒക്കെ പോലെയുള്ള ഉന്നതതല നേതാക്കന്മാരെ ഇസ്രായേൽ വകവരുത്തി. ഹമാസിനെ ഒതുക്കി ഹമാസിന്റെ 90% നേതാക്കളെയും ഇസ്രായേൽ വീഴ്ത്തി. അതുപോലെ തന്നെ ഹസൻ നസ്രുള്ളയെ പോലെയുള്ള ഹൂതി നേതാക്കളെയും ഹിസ്ബുള്ള നേതാക്കളെയും ഒക്കെ വീഴ്ത്തി. ഇറാന്റെ പരമോന്നത നേതാവായ ഇബ്രാഹിം റൈസിയെ ഹെലികോപ്റ്ററിനകത്ത് വെച്ചിട്ട് പേജർ ആക്രമണത്തിൽ വധിച്ചു. ഇറാനുമായും ശരിക്കും കൊമ്പുകോർത്തു. ഇറാന്റെ അകത്ത് കയറിയിട്ടാണ് ഇസ്മായിൽ ഹനിയയെ പൂപറിക്കുന്ന ലാഘവത്തോടെ തലപറിച്ചു കൊണ്ടുവന്നത് മൊസാദ്. യഹിയ സിൻവാറിനെയും അതുപോലെ തന്നെ. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രായേലും ഹമാസും ബന്ദികളെ പരസ്പരം കൈമാറി. ജനുവരി 15-ാം തീയതിയാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്. അതേസമയം വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ 2ാം ഘട്ട ചർച്ച അനിശ്ചിതാവസ്ഥയിലാണ്. കാരണം മൃതദേഹങ്ങൾ കൈമാറുന്ന സാഹചര്യത്തിലും പ്രകോപനം സൃഷ്ടിക്കുന്ന രൂപത്തിൽ മൃതദേഹങ്ങളെ കളിയാക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന രൂപത്തിലായിരുന്നു മൃതദേഹങ്ങൾ കൈമാറിയത്. ഖത്തറിലെ ഹമാസിന്റെ വിദേശകാര്യ വക്താവിന്റെ സങ്കടമാണ് നമ്മളെ കണ്ടത്. തീവ്രവാദികൾക്ക് പിന്തുണ നൽകി, തീവ്രവാദത്തിന് പിന്തുണ നൽകി 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന രൂപത്തിൽ കാഫിറുകളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ഇവർ ജൂതന്മാരോട് കളിച്ചാൽ അവർ നിങ്ങളെ നിഷ്പ്രഭമാക്കും. ഇത് നേരത്തെ തന്നെ നെതന്യാഹു ഡിക്ലെയർ ചെയ്തിട്ടുള്ള വസ്തുതകളാണ്. നന്ദി.